സൂചിപ്പിക്കുന്നു. അതിവിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിനുള്ളിൽ വിദേശ രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളിലും സുപ്രഭാതം എത്തിക്കുന്നതിനും അവിടെ തുടക്കം കുറിക്കുന്നതിനുമുള്ള ഒരു വലിയ പദ്ധതിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഒരിക്കലും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനുഷ്യർക്കിടയിലൊന്നുമില്ല. ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഒന്നും കഴിക്കാതെ ചുക്കിച്ചുളിഞ്ഞ ഒരു മനുഷ്യൻ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി അടുത്ത് വിളിച്ചു. നമുക്ക് പരിചയമൊന്നുമില്ല, കുടുംബത്തിലവസ്ഥയാണ്. ഞാൻ അദ്ദേഹത്തോട് സോറി, ഞാൻ എന്ത് തരാൻ വേണ്ടി നിങ്ങൾ വിളിച്ചതാണ്, പക്ഷേ ഐ ഹാവ് നത്തിങ് ടു ഗിവ് യു മൈ ബ്രദർ. അയാൾ പറഞ്ഞ് എനിക്ക് ഒന്നും വേണ്ട, നിങ്ങൾ എന്നെ സഹോദരനായി വിളിച്ചത്. അപ്പൊ ഈ സഹോദര എന്നുള്ള വിളിയാണ് അദ്ദേഹത്തിന് കിട്ടുമായിരുന്ന നാണയത്തൊട്ടുകളെക്കാൾ ഇതിന്റെ ഒരു വശമാണ്. മറുഭാഗത്ത് ഇതൊക്കെ പറയുമ്പോൾ പത്രങ്ങൾ നിലനിൽക്കുന്ന ഭീഷണിയിലാണ്. വിശേഷിച്ച് പ്രിന്റ് മീഡിയ എന്ന് പറയുന്ന സംഗതി തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. പ്രിന്റ് മീഡിയ ഇല്ലാതെയായി പോകുന്നു എന്ന പ്രചരണം ഒരിക്കലും ശരിയല്ല. ആകാശവാണി തുടങ്ങിയ കാലത്ത് തുടങ്ങിയ അച്ചടി പത്രങ്ങൾ നിർത്താൻ പോകുന്നു എന്നുള്ളത് അത് ശരിയല്ല. നമുക്ക് എന്നും വിശ്വസിക്കാവുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് പ്രിന്റ് മീഡിയ തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയയെ കണക്കാക്കിക്കൊണ്ട് നമുക്ക് വൈദ്യുത പോവുകയില്ല. അത് വേറെ ആളെ കൈമതി നമ്മൾക്ക് കരച്ചുറങ്ങണം, ഓനെണീക്കൂ നമ്മുടെ നിലപെടുന്നത് എന്നുപോലെയാണ്. അതേസമയം നമുക്ക് വിശ്വസിക്കാം. ഇപ്പോ ഓരോ മീഡിയാസിനും അവരുടേതായ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കൊച്ചിയിൽ വന്നിട്ട് പ്രസംഗിച്ചാൽ ദേശാഭിമാനിയിൽ വരുന്നത് പോലെ ആ പ്രസംഗം ചന്ദ്രയിൽ വരുന്നത്, അതുപോലെ എൻ്റെ മാതൃഭൂമിയിൽ വരുന്നത്. പക്ഷെ ഒരു പറഞ്ഞ കാര്യങ്ങളെ പറയും, വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ പ്രസന്റേഷനിലൊക്കെ വ്യത്യാസമില്ല. അപ്പൊ പ്രിന്റ് മീഡിയ ഇന്നും പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇപ്പൊ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. പ്രോഡക്റ്റ് വന്നാൽ ഈ പ്രോഡക്റ്റ് ഇറങ്ങിയ കാര്യം ലോകത്തെ അറിയിക്കാൻ, വളരെ പെട്ടെന്ന് അറിയിക്കാൻ സാധിക്കുക സോഷ്യൽ മീഡിയ തന്നെയാണ്. പക്ഷേ അതിന്റെ വിശ്വസനീയത സ്ഥാപിക്കാൻ സാധിക്കുന്നത്. പിന്നെ പത്രലോകത്ത് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും സ്വതന്ത്രന്മാരാണെന്ന് പറയുന്നത് നമ്മളൊരു ഈശ്വര വിശ്വാസികളാണല്ലോ. നമ്മൾ പ്രത്യേകിച്ചിട്ട് കൂടുതലായിട്ട് അതിനോട് കമ്മിറ്റഡ് ആണ്. കഴിഞ്ഞ വർഷം പത്രത്തിന്റെ സർക്കുലേഷനിൽ വർധനവുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം എല്ലാവർക്കും അറിയാലോ, സർക്കുലേഷൻ കുറഞ്ഞു വരികയാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മളെ ക്യാമ്പയിനിൽ നമുക്ക് 10% സർക്കുലേഷൻ്റെ വർധനവുണ്ടായി. ഇത് ഒരു പബ്ലിസിറ്റിക്കോ നിങ്ങൾക്ക് ഈ ന്യൂസിൽ പറയുമ്പോൾ നമുക്ക് പറയാമല്ലോ. സത്യസന്ധമായി പറയുകയാണെങ്കിൽ കേരളത്തിൽ സർക്കുലേഷൻ വർധനമുള്ള ഒരേ ഒരു പത്രമാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രഭാവം. പല പത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സാറ് ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ഇൻട്രാക്ഷൻ അതിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. അത് മുൻപ് വർക്ക് ചെയ്ത പത്രങ്ങളിൽ നിന്നും ശരിയാണ്. ഞങ്ങളുടെ ഒരു മാനേജ്മെൻറ്റ് സ്വഭാവം വെച്ചിട്ട് ഒരു പണ്ഡിത സഭയാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കച്ചവട ലക്ഷ്യത്തോട് വരുന്നൊരു മുതലാളിയല്ല ഞങ്ങളുടേത്. അതാണ് ഞങ്ങൾ നേരിടുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു PR അഡ്വർടൈസ്മെൻറ്റ് ഏജൻസികളുടെ ഒരു സംഗമമായിട്ട് മാറ്റിയത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. കാരണം നിങ്ങളുടെ പല ക്ലൈൻറ്റിനും നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പരിമിതികളുണ്ട്. ഒരു പത്രത്തിൻ്റെ കോവിഡിന് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ പേജുകളുടെ എണ്ണം കുറഞ്ഞു, എഡിഷനുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു നേരിടുന്ന വെല്ലുവിളിയാണ്. പക്ഷെ എന്നാലും ഈ പറയുന്ന ഏത് ഏജൻസിയിൽ നിന്നാണെങ്കിലും പരിഗണന കൊടുക്കേണ്ട വാർത്തയാണെങ്കിൽ ആ വാർത്ത രാജ്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ കൃത്യമായിട്ടും നമ്മളത് ആ ഒരു പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പൈസ വേറൊന്നുമല്ല. സാറ് പറഞ്ഞ പോലെ ഈ 6 ലക്ഷത്തി നമ്മുടെ ഈ 10,000 ചില്ലാണ് വരുന്ന മദ്രസകളുണ്ട്. ഇവിടുത്തെ അധ്യാപകരായിട്ട് 2.5 ലക്ഷത്തോളം അധ്യാപകരുണ്ട്.
ഈ 2.5 ലക്ഷത്തോളം അധ്യാപകരാണ് ഞങ്ങളുടെ ഒരു പ്രധാന സർക്കുലേഷൻ ക്യാമ്പയിൻ്റെ പ്രധാന കണ്ണികൾ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തരുന്ന ആഡ് മെറ്റീരിയലിൻ്റെ അകത്ത് വരുന്ന പ്രസൻറ്റേഷൻ്റെ അകത്ത് അതിൽ ഒരു ഞങ്ങളുടെ വായനക്കാർ 1 ലക്ഷം വരുന്ന വായനക്കാരെ ഉൾക്കൊണ്ടുകൊണ്ട് സംഘടനയുടെ പോളിസി നോക്കി നിൽക്കുന്ന പരസ്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പല ഏജൻസികളും ഞങ്ങൾക്ക് തന്ന പരസ്യങ്ങൾ ഞങ്ങൾക്ക് ഡിലേ ചെയ്യേണ്ടി വരുന്നുണ്ട്. ക്ലൈൻറ്റുകളുണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഇവിടെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പരസ്യം ക്ലൈൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞുറപ്പിച്ച് കഴിയുമ്പോൾ പ്രിൻറ്റിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്ന ഈ പരസ്യം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധി ഞങ്ങൾക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് അഭിമാനപൂർവ്വം നിങ്ങളോട് കൊണ്ടുവെക്കാൻ കഴിയും, ഞങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരസ്യം ക്യാൻവാസ് കഴിയുന്നത്. നമുക്ക് ഏറ്റവും നല്ല ഞങ്ങളുടെ ടാർഗറ്റിന് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് കഴിയുന്ന ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുണ്ട്. തുടർന്നും ഞങ്ങളുടെ ഒരു പോളിസി എന്നുള്ളത് ഞങ്ങൾ മാറ്റുന്നില്ല. കാരണം മാറ്റില്ല, അത് സ്ഥായിയാണ്. കാരണം നമുക്ക് അത് എത്ര ലക്ഷം രൂപ പരസ്യം നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ പാരന്റ് സംഘടന ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്നില്ല. എന്നിട്ടും എല്ലാവർക്കും ഈ ഞങ്ങളുടെ കുറഞ്ഞ അളവിൽ തന്നെ വിളിച്ച ക്ഷണം സ്വീകരിച്ച് എത്തിയ എല്ലാ ഏജൻസികളുടെയും പ്രതിനിധികളെയും അതുപോലെ തന്നെ ഇപ്പോൾ ചടങ്ങിലേക്ക് എത്തിയ മാനേജിംഗ് എഡിറ്റർ, DGMമാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു.